ഇങ്ങനെങ്കിലും വിശ്വസിച്ച് 100 രൂപ തന്നാ മതിയായിരുന്നു. മറക്കണ്ട അൽത്താഫെ, നീയാണ് മേൽശാന്തി. ഓക്കെ, അൽത്താഫ് മേൽശാന്തി. ആരാ? എന്താ പിരിവിന് വന്നാണോ? പിന്നെ എന്താ കണ്ടിട്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് വന്ന പോലെ? അതില്ല, എന്താ അമ്പലത്തിന്ന? അതെ, 2ാമത്തെ തവണയായി വരുന്നു. ഏമ്പക്കോ അല്ല, പിരിവിന് 2ാമത്തെ തവണയായി വരുന്നൂന്ന്. ഞങ്ങൾ ചതയംകുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട് സംഭാവനയ്ക്ക് വേണ്ടി വന്നതാണ്. തരുവോ? സന്ധ്യ കഴിഞ്ഞ് ഞാൻ പിരിവൊന്നും കൊടുക്കാറില്ല സഹോദര. മാത്രമല്ല, ഇങ്ങനെ ഒരു അമ്പലത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. അയ്യോ, ഉടായ്പൊന്നുമല്ല, നിങ്ങളുടെ സംശയം തീർക്കാനുള്ള വ്യക്തിയാണ് ഇത്. ഇതോ? ആരാ? ഞാൻ അൽഫാം മന്തി. അല്ല, അൽത്താഫ് മേൽശാന്തി. അൽത്താഫ് മേൽശാന്തി അല്ല, അശ്വത്താവ് മേൽശാന്തിയാണ്. എന്ത് പേര് വ്യക്തമായില്ല. ശിവ, ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു സഹോദര? ക്ഷേത്രത്തിന്റെ കാര്യമല്ലേ, സംഭാവന തരിക. ഓ, ഓക്കെ അല്ലേ? എത്രാമത്തെ വയസ്സിലെ സുന്നത്ത് കഴിച്ച്? 4ാമത്തെ വയസ്സില്. മോർണിംഗ് വന്നേ. എന്താ ശാനെ? ഇതെന്തിനാന്നറിയോ? ഇല്ല, എന്തിനാ? ഇന്നലെ വന്ന വണ്ടിയിൽ കൂളന്റ് നിറച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ കൂളിപ്പ് നിറച്ചു കൊടുത്തേന്. ഇന്നെന്താ പണി? അച്ഛൻ അവിടെ ആക്സിൽ ഒരു വണ്ടി വന്നിപ്പോ ഞാൻ എന്റെ ആക്സിൽ ഒടിഞ്ഞ് റെഡിയാക്കി, ടയർ റെഡിയാക്കി ഉണ്ടായിരുന്നു. അത് റെഡിയാക്കി, എഞ്ചിൻ ഓയിൽ മാറ്റണം. 10 സെക്കൻഡ് റെഡിയാക്കാം. എടാ, നീ ഇങ്ങനെ മരിച്ചു പണിയെടുക്കണ്ട. അതുകൊണ്ടാണ് മിസ്റ്റേക്ക് വരുന്നത്. നിനക്ക് റെസ്റ്റ് ഒക്കെ വേണ്ടേ? നീ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് സമാധാനത്തിൽ ചെയ്താൽ മതി. ശരി, ഓക്കെ. ചേട്ടാ, എന്റെ വണ്ടിക്ക് എന്തായിരുന്നു കംപ്ലൈന്റ്? ചേട്ടന്റെ വണ്ടിയുടെ ഷോക്ക് കേടാണ്. എന്ത്? ചേട്ടന്റെ വണ്ടിയുടെ ഷോക്ക് കേടാണ്. ഷോക്ക് അബ്സോർബറോ? അത് തന്നെ. ശരിയാക്കിട്ട് വിളിക്കാം. ചേട്ടൻ പൊക്കോ. ചേട്ടാ, ഒന്നിങ്ങോട്ട് വരുമോ? അതാ വരുന്നു. വണ്ടിക്ക് ചെറിയ പ്രശ്നം. എന്താണ് പ്രശ്നം? എന്താണ്? ഇത് ഞാൻ എന്റെ ഭാര്യയെ പോലെ കൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. ആ സൈലൻസറിന്റെ അടുത്ത് വിട്ട് എന്തിന്? അല്ല, വണ്ടി ഇപ്പൊ ഓടി വന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചൂടുണ്ടാവും വിട്ടേക്കാൻ പറഞ്ഞത്. അങ്ങനെ. എന്താണ് പ്രശ്നം? ഞാൻ വളരെ അപൂർവമായിട്ട് ഈ വണ്ടി ഓടിക്കാറുള്ളൂ. ഓടിക്കുമ്പോ ബ്രേക്ക് പെട്ടെന്ന് പിടിച്ചു വിടുമ്പോ വണ്ടി ചാടി ഓഫ് ആവും. എന്താ സംഭവം എന്നറിയില്ല. അതെ, എവിടെ നോക്കട്ടെ? 1 മിനിറ്റ്, ഇപ്പൊ റെഡിയാക്കി തരാം. ചേട്ടാ, അതല്ല, ഈ ബാക്ക് ബ്രേക്ക്. ചേട്ടാ മണ്ട, ഇത് ബ്രേക്ക് അല്ല, ഗ്ലിച്ച്. എന്താ കമ്പ്യൂട്ടർ? അതൊക്കെ തന്നെയാണ്. ഇത് ഇങ്ങനെ തന്നെയാണ്. നിനക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല അല്ലേ? ഇല്ല, അതല്ലേ പറഞ്ഞ അപൂർവമായിട്ട് ഓടിക്കാറുള്ളൂ. ഇത് ആദ്യത്തെ തവണ. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടാ, ആക്സിഡന്റ് വണ്ടി റെഡിയാണോ? അത് അവൻ റെഡി ആയിക്കൊണ്ട്. അച്ഛനെ വണ്ടി റെഡിയാണ്. റെഡി അത്ര എടുത്തോണ്ട് നോക്കും. അപ്പൊ വണ്ടി ഒക്കെ അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. വണ്ടി നേരെ ഓടിക്കാൻ പഠിച്ചാൽ മാത്രം മതി. പിന്നെ ഈ വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഒരു വണ്ടി തകരാറായിട്ടില്ല. എന്തിനാണ് പോയ വണ്ടിയില്ല, അങ്ങനെ നേരെ കൊണ്ടുപോയി പോസ്റ്റിൽ ഇടിച്ചത്. അപ്പൊ അങ്ങനെ ബ്രേക്ക് പിടിക്കാണ്ട് പോയെ. ആശാനിൽ എന്നോട് പറഞ്ഞാല് ബ്രേക്ക് ഊരി എടുക്കാൻ. ഓച്ചയ്ക്ക് വേദനിക്കൂടാ. അങ്ങനെ അത് പൊങ്ങുന്നോ? ഏത്? എടാ, നിന്റെ അച്ഛൻ ഇവിടെ പണിക്കാൻ നേരത്ത് അങ്ങേർക്ക് 85 വയസ്സുണ്ടായിരുന്നു. അങ്ങേര് കിടപ്പിലായപ്പോ തന്ന വാക്കാ നിന്നെ ഇവിടെ പണിക്ക് നിർത്താൻ. ഓ, പറച്ചിലേട്ടൊന്നും മുഖ്യന്റെ പദവിയാണ്. എനിക്ക് ഇങ്ങനെ കന്യാസ്ത്രീയായിട്ട് ജീവിക്കാൻ. കന്യക ഇപ്പൊ പറഞ്ഞത് ഇനി പറയല്ലേ, ഇനി മേലെ പറയല്ലേ. നിന്റെ ചോര കണ്ട് ഞാൻ ഇവിടെ നടനമാടുവേ. കാര്യമ്മ, വീട്ടിലേക്ക് സാധനം വല്ലതും വേണം. കാര്യം പറ. മൂത്രയിക്കണം. എന്റെ പൊന്നു മോനെ, നിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. മാറി. 23 വയസ്സായി. 23 വയസ്സായവന്റെ ജെട്ടി ഞാനല്ലേ ഇന്നലെ കഴിവിട്ട്. ഇനി നീ കല്യാണം കഴിച്ച അവളുടെ അടിപ്പാവടെ കൂടെ ഞാൻ കഴിവണോ? അതാടാ പറഞ്ഞ, നിനക്ക് പക്വതയായിട്ടില്ല. ഇന്നലെ തന്നെ കടയിൽ പോയി സാധനം മേടിച്ചിട്ട് ബാക്കി പൈസ മുട്ടായി വാങ്ങാൻ ഞാൻ തിരിച്ചു കൊണ്ട് തന്നില്ലേ. അതാണാ പക്വത എന്നും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ കാർട്ടൂൺ കാണത്തില്ലല്ലോ. അച്ഛന്റെ പൊന്നാര, വൈകിട്ട് അച്ഛൻ ബീച്ചിൽ കൊണ്ടുപോവേ, കടലയും വാങ്ങിത്തരാം. ചെല്ല്. എന്താ ബ്രോ, നമ്മളെവിടെ കണ്ടിട്ടില്ലേ ബ്രോ? ഡയറക്റ്റ് എനിക്ക് നിന്നെ അറിഞ്ഞൂടാ. അവനല്ലേ ഇവിടെ കയറിയിരിക്കണ്ട, താൻ ഇവിടെ കയറിയിരിക്കുന്ന എന്തിനല്ല? നമ്മള് വലിയ ആൾക്കാർ ഡീൽ ചെയ്തിട്ട് പിള്ളേരെ ഇറക്കിയാ പോരെ? അതങ്ങ് കവലെ വായ്ത്താളം അടിക്കാൻ നേരത്ത്, മോളെ കെട്ടിക്കാൻ നേരത്ത് ഇവിടെ വേണ്ട. എത്ര ദിവസം അല്ല, ജനിച്ച് തുടങ്ങിയിടത്തോട്ട് നമുക്ക് ഗുരുവാ. ഈ 24 മണിക്കൂർ ഫോണിൽ കളിച്ചാണോ ഇവര് പനി വന്നതെന്ന് എനിക്കൊരു സംശയം. ആണോ? ഇന്നൊരു കാര്യം ചെയ്യും, കാക്ക ഇവിടെ ഒന്നും ഒലിപ്പിക്കലുണ്ടോ? ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ച് 2 പെൺപിള്ളേരെ കണ്ടാ ഒലിപ്പിക്കും. അപ്പൊ നീ ഡോക്ടർ? അതെ, കണ്ടില്ലേ ബൈനാക്കുലറൊക്കെ? എന്നാ നീ ആ ബൈനാക്കുലർ വെച്ച് അവനൊന്ന് ചെക്ക് ഇതിന് ചെയ്യടാ. ജീവനില്ല, ചത്തോയി. ഡോ, ചെറുക്കന് വേറെ അസുഖം വരുത്തേക്കുണ്ടെങ്കിൽ വിളിച്ചോണ്ടോ, ഇവൻ വ്യാജനാണ്. ആര് പറഞ്ഞു? കഴിഞ്ഞാഴ്ച വലുവായിട്ട് വന്ന എന്റെ അച്ഛൻ എന്തിനാടാ നീ കിങ്സ് എഴുതി കൊടുത്തത്? അങ്ങനെ ഇപ്പം വലിച്ചോണ്ട് കിടക്കുന്നു. ഞാൻ വിക്സ് എണ്ണ എഴുതിയത്, കിങ്സ് ആയി പോയതാണ്. നിനക്ക് പക്വതയായിട്ടില്ല. ഇന്നലെ തന്നെ കടയിൽ പോയി സാധനം മേടിച്ചിട്ട് ബാക്കി പൈസക്ക് മുട്ടായി വാങ്ങാൻ ഞാൻ തിരിച്ചു കൊണ്ട് തന്നില്ലേ. അതാണാ പക്വത എന്നും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ കാർട്ടൂൺ കാണത്തില്ലല്ലോ.
അച്ഛന്റെ പൊന്നാര. വൈകിട്ട് അച്ഛൻ ബീച്ചിൽ കൊണ്ടുപോവേ, കടലയും വാങ്ങിത്തരാം. ആ ചെല്ല്. ആ ഉണ്ടാക്കി പോവല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പൂത്രി ടെക്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചു നിങ്ങളൊക്കെ എവിടെ ഉള്ളയാണെന്ന്. എടാ നീ ഇങ്ങനെ നീയായിട്ട് നിൽക്കുക, ഇതൊക്കെ ചെയ്യുമ്പോ ഒരു വാ മൂടി ഞാൻ ഫസ്റ്റ് തന്നെ കൊടുക്കണോ നിർബന്ധം ഉണ്ടെങ്കിൽ ഇനി അത് പറഞ്ഞിട്ടുണ്ട്. അച്ഛനുണ്ടോ വീട്ടില്? പാവട അച്ഛനെയൊക്കെ തിരക്കിട്ട് ഗൈസ്. അപ്പൊ നമ്മൾ ആ ഗോൾഡൻ മൂമെന്റിലേക്ക് പോവുകയാണ്. ശംഭു ട്രാൻസ്ഫോമറിൽ നിന്ന് ചാർജ് ഊറ്റാനായിട്ട് നിൽക്കുകയാണ്. ദ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. 1 2 3. കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ പരലോകത്ത് റീച്ച് ആക്കാം. സിനിമ ഇപ്പൊ തുടങ്ങൂടാ. പെട്ടെന്ന് വന്ന് വാപ്പയുടെ സ്വഭാവം അങ്ങ് മാറിക്കളഞ്ഞറാ. എന്റെ വെളി ഇറങ്ങി പോലെ നിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്തിനു ചെയ്യാനാണ്? നിന്റെ വാപ്പ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ തന്നെ അങ്ങയുടെ മോനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ 1/2 മണിക്കൂർ എടുത്ത്. ഇനിയിപ്പോ ഒരു വഴിയുള്ളൂ, അങ്ങ് മറന്നേരും. അല്ല ഇപ്പൊ ഞാൻ പറയാനാ അടുത്ത് ഞാൻ മോന്തിരാതിരിക്കും. അവള് വിചാരിക്കത്തില്ല ഞാൻ ഒരു കഴിവട്ടവനാന്ന്. ഞാനൊരു കാര്യം തീരുമാനിച്ചു, നമ്മൾ ഒളിച്ചോടാൻ പോവാ. അവക്കും സമ്മതം? സീരിയസ് ആയിട്ട്? അല്ല അവക്കും നിനക്കും ജോലി ഇല്ലാതെ എങ്ങനെ? നമ്മൾ വ്ലോഗ് തുടങ്ങാൻ പോകും. ആ സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോ. ഫസ്റ്റ് വ്ലോഗ് ഒളിച്ചോട്ടം. അത് നല്ല ഐഡിയ. ഓൾ ദി ബെസ്റ്റ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.